ചില ആളുകൾ പറയില്ലേ, എനിക്കൊരാളെയും പേടില്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുന്നറിയും. സംഭവമായിട്ടാ പറയാം. അത് നല്ല സ്വഭാവം, അത് നല്ല സ്വഭാവമല്ല. അത് ഭയങ്കര സംഭവമായിട്ട് പറയാം. എനിക്ക് ഒരാളെയും പേടില്ല, പറയാനുള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുന്നറിയും. അത് നമ്മളീ പറയുമ്പോൾ നമ്മുടെ വിചാരം അത് വലിയൊരു അഭിമാനമാണ്, എനിക്കുള്ള വലിയ ക്വാളിറ്റിയാണ്. അത് മനുഷ്യന്റെ പരാജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ രീതി ഉണ്ടായിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ രീതി ഇല്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിക്ക് ഒരു സ്വഹാബി കടന്നു വന്നു. സ്വഹാബിയുടെ മുഖത്തന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ചായം ആ സ്വഹാബിയുടെ മുഖത്തുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മനസ്സിലായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പോയി കഴുകുക, അത് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്നല്ല പറഞ്ഞേ. മൂപ്പർ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയപ്പോൾ റസൂലുള്ള സ്വഹാബത്തിൽ ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞ്, പിന്നെ മൂപ്പരോട് അതൊന്ന് കഴുകി വരാൻ വേണ്ടി പറയണം, അത് ഇങ്ങനെ ഇരിക്കേണ്ടത് ശരിയല്ല എന്ന് പറയണം, വളരെ രഹസ്യമായിട്ട്. റസൂലുള്ള ബാക്കി കാര്യങ്ങൾ തുടർന്ന് അയാൾ വന്നപ്പോൾ ഒരു സ്വഹാബി മൂപ്പരെ വിളിച്ച് പുറത്തു പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് കഴുകി വന്നു, ക്ലോസ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ഒരു പരിശുദ്ധ ഖുർആനിലോ ഹദീസ് ഉണ്ടല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറ. നിങ്ങൾ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, നിങ്ങൾ എന്ത് സംസാരിക്കുക? ഖൈറിനെ സംസാരിക്കുക എന്ന് പറഞ്ഞത്. ഏതാ പ്രയോഗിച്ചത്? ഖൈറൻ. നിങ്ങൾ എന്ത് സംസാരിക്കണം? ഖൈറ്, നന്മയുള്ള സംസാരം സംസാരിക്കണം. ഒരു സ്ഥലത്ത് നമ്മൾ മിണ്ടിയാൽ അവിടെ പ്രശ്നം വരും എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കലാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്തിനെ പ്രയോഗിക്കുന്നത്? ഖൈറൻ. നിങ്ങൾ നന്മയുള്ള വാക്കുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടുക. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടായിരിക്കുക. എല്ലായിടത്തും കയറി അഭിപ്രായം പറയരുതേ. നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോഴേക്ക് അവിടെ നമ്മുടെ ബൈക്ക്, നമ്മുടെ കാറ് സൈഡാക്കി എന്താ പ്രശ്നം പറയും, ഞാൻ പരിഹരിക്കാം എന്ന് കരുതി അതിന്റെ അടിപ്പെട്ട് അഭിപ്രായം പറയുന്ന രീതി, അതൊന്നും നല്ല രീതിയാവില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അസ്ഥാനത്തുള്ള പ്രയോഗങ്ങൾ വളരെ പ്രശ്നമുള്ളതാണ്. അവ എല്ലായിടത്തും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായം പറയാൻ പാടില്ല. ഒരാളോട് തെറ്റ് കണ്ടാൽ പരസ്യമായിട്ട് ഒരു കാരണവശത്താലും അയാളെ ശ്വാസിക്കാൻ പാടില്ല. ശ്വാസിക്കാൻ പറ്റും എപ്പോൾ? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരായിട്ടൊരു ആശയം ഒരാൾ കണ്ടു, അതിന് പരസ്യം പറയൽ നിർബന്ധമാണ്. അതിന് പരസ്യമായിട്ട് പറയൽ എന്താണ്? നിർബന്ധമാണ്. അതല്ലാതെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒരു കാരണവശത്താലും പരസ്യമായിട്ട് നമ്മൾ ഒരാളോട് നടത്താൻ പാടില്ല. അത് വലിയ തെറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.